ശശി തരൂർ വീണ്ടും കോൺഗ്രസിനെതിരെ തുറന്ന യുദ്ധം പ്രഖ്യാപിക്കുമ്പോൾ എന്തായിരിക്കാം അത്തരം നീക്കങ്ങളുടെ ലക്ഷ്യം? രാഷ്ട്രീയ കേരളം തലപുകയ്ക്കുന്നത് ശശി തരൂരിന്റെ മനസ്സിലിരിപ്പ് മനസ്സിലാക്കുവാനാണ്. അടുത്ത കാലത്തൊന്നും കോൺഗ്രസ് കേന്ദ്രത്തിൽ അധികാരത്തിൽ എത്തില്ല എന്ന് ആരെക്കാളും മുൻപ് മനസ്സിലാക്കിയ വ്യക്തിയാണ് തരൂര്. കേരളത്തിലാണെങ്കിൽ ഇവിടെയുള്ള നേതാക്കന്മാർ അടുപ്പിക്കുന്നുമില്ല. സത്യത്തിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്റെ പ്രസക്തി എന്താണെന്ന് തേടുകയാണ് ശശി തരൂർ ഇപ്പോൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസിനെ തുറന്ന് എതിർക്കാനുള്ള ആർജവം ശശി തരൂർ കാണിക്കുന്നതും. വിശ്വപൗരനാണെന്ന വിശേഷണത്തോടെ കോൺഗ്രസ് രാഷ്ട്രീയത്തിലേക്ക് അവതരിപ്പിച്ച നേതാവാണ് ശശി തരൂർ. മുൻ UN അണ്ടർ സെക്രട്ടറി ആയിരുന്ന തരൂരിനെ തിരഞ്ഞെടുപ്പിൽ ഈ വിശേഷണങ്ങളൊക്കെ തുണയാവുകയും ചെയ്തു. 4 പ്രാവശ്യമാണ് തിരുവനന്തപുരത്ത് നിന്നും ശശി തരൂർ തിരഞ്ഞെടുക്കപ്പെട്ടത്. മൻമോഹൻ സർക്കാരിന്റെ കാലത്ത് കേന്ദ്രമന്ത്രിയാകുവാൻ ശശി തരൂരിന് സാധിച്ചു. അതേ തരൂർ ഇപ്പോൾ ഇടം തിരിഞ്ഞ് നിൽക്കുന്നത് കോൺഗ്രസിനെ വെട്ടിലാക്കുകയാണ്. നേരത്തെ കോൺഗ്രസ് ദേശീയ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ നെഹ്റു കുടുംബത്തിന്റെ നോട്ടപ്പുള്ളിയായി മാറിയിരുന്നു തരൂര്. തനിക്ക് അർഹമായ സ്ഥാനങ്ങളൊന്നും ലഭിക്കുന്നില്ല എന്ന പരാതി തരൂർ നേരത്തെ തന്നെ ഉന്നയിച്ചതാണ്. കോൺഗ്രസ് അധികാരത്തിൽ നിന്നും പുറത്താക്കപ്പെട്ടത് തന്റെ സ്ഥാനമോഹങ്ങളെ ബാധിക്കുമെന്ന ചിന്തയും തരൂരിനെ വല്ലാതെ അലട്ടുകയാണ്. ഇതുകൊണ്ടാണ് തരൂർ ഇപ്പോൾ ഇടം തിരിയുന്നത് എന്നാണ് നിരീക്ഷകർ പറയുന്നത്. എന്തായാലും തരൂർ കോരിയിട്ട കനലുകൾ കോൺഗ്രസിൽ നന്നായി പുകഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. നേരത്തെ അമേരിക്കയെ സന്ദർശിക്കുന്നതിനിടെ മോദി പുകഴ്ത്തിയ ട്രംപിന്റെ വാക്കുകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വലിയ വാർത്തകളായിരുന്നു. അതിന് പിന്നാലെയാണ് മോദിയെ പിന്തുണച്ചും പ്രശംസിച്ചും തരൂര് മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത്. അമേരിക്കയിൽ വലിയ പരിഷ്കാരങ്ങൾ നടക്കുന്നതിനിടെ മോദി സന്ദർശനം യാതൊരു ഗുണവും ഉണ്ടാക്കിയില്ല എന്നായിരുന്നു കോൺഗ്രസിന്റെ വിമർശനം. എന്നാൽ ഇതിന് വിപരീതമായുള്ള തരൂരിന്റെ പ്രതികരണം കോൺഗ്രസിനെ ഞെട്ടിച്ചു എന്നും കാണാം. ഇന്ത്യക്കാരെ അപമാനിക്കാൻ അനുവദിക്കില്ല എന്ന് മോദി ട്രംപിനോട് ഉറപ്പായും പറഞ്ഞിട്ടുണ്ടാകും എന്നായിരുന്നു തരൂർ മാധ്യമങ്ങളോട് പറഞ്ഞത്. മോദി ട്രംപ് കൂടിക്കാഴ്ച രാജ്യത്തിനുണ്ടാക്കുന്ന നേട്ടങ്ങളെക്കുറിച്ചുള്ള പ്രതീക്ഷയും തരൂർ പങ്കുവച്ചു. എതിർ പാർട്ടികളുടെ നേതാക്കളെ പ്രശംസിക്കുന്നത് ഒറ്റപ്പെട്ട സംഭവമല്ലെങ്കിലും തരൂരിന്റെ പ്രതികരണം കോൺഗ്രസിൽ അതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിന് തൊട്ട് പിന്നാലെയായിരുന്നു CPM-ന് സ്തുതിപാടി തരൂർ ലേഖനവുമായി എത്തിയത്. ഇടത് സർക്കാരിന് കീഴിൽ കേരളം മാറ്റത്തിന്റെ പാതയിലാണെന്നും വ്യവസായ രംഗം കുതിച്ചു മുന്നേറുകയാണെന്നും തരൂർ ലേഖനത്തിൽ ചൂണ്ടിക്കാട്ടി. പിന്നാലെ തരൂരിനെ പിന്തുണച്ച മുഖ്യമന്ത്രിയും CPM നേതാക്കളും എത്തിയെങ്കിലും കോൺഗ്രസിന്റെ അമർഷം അണപൊട്ടി. പ്രവർത്തകരിൽ നിന്നും രൂക്ഷമായ വിമർശനമാണ് തരൂരിനെതിരെ ഉയർന്നത്. തരൂരിനെതിരെ നടപടിയെടുക്കണമെന്ന ആവശ്യവും ഉയർന്നു വരികയാണ്. ഇവിടെ കാണേണ്ട കാര്യം തരൂർ പുകഴ്ത്തി സംസാരിച്ചത് രാജ്യത്തെ കോൺഗ്രസിന്റെ ആജന്മ ശത്രുക്കളെ കുറിച്ചാണ്. ഇതിൽ കോൺഗ്രസിൽ നിന്നും കൂടുമാറിയാൽ തരൂർ ഏത് പാർട്ടിയിലായിരിക്കും സ്വീകരിക്കുക എന്നതാണ്. ഉത്തരം BJP എന്നാണ്. തരൂരിനെ സംബന്ധിച്ച് കേരളത്തിൽ കാര്യമായ നിലനിൽപ്പില്ല. ലക്ഷ്യം അന്താരാഷ്ട്രമായ പരിവേഷമാണ്. അതിന് നിലവിൽ രാജ്യം ഭരിക്കുന്ന BJP തന്നെയാണ് ഉത്തമമെന്ന ബോധ്യം തരൂരിനുണ്ട് താനും. അടിസ്ഥാനപരമായി കോൺഗ്രസുകാരനല്ല തരൂര്. രാഷ്ട്രീയ പ്രവേശനം അന്ന് രാജ്യം ഭരിക്കുന്ന കോൺഗ്രസിലൂടെ ആയി എന്ന് മാത്രമേയുള്ളൂ. തരൂർ രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുന്ന കാലത്ത് BJP ആയിരുന്നു രാജ്യം ഭരിച്ചിരുന്നതെങ്കിൽ ഒരുപക്ഷെ തരൂരിന്റെ നിലപാട് എന്തായാലും മാറുമായിരുന്നു എന്നതും വ്യക്തമാണ്. വലിയ മാറ്റം തരൂരിന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ സംഭവിക്കാൻ പോവുകയാണ്. ദിവസങ്ങൾക്കുള്ളിൽ അതിനുള്ള ഉത്തരം ലഭിക്കുമെന്ന് മാത്രം ഉറപ്പിക്കാം.